രാജ്യം വിഭജിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ 1947 ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കലഹിച്ചു. പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടന്നവർ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടു പാകിസ്ഥാനിലേക്ക് കടന്നു കയറി. അവരുടെ സ്വത്തുവകളെല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടു. അതിൽ മുന്നോക്കം നിൽക്കുന്ന ഒരുപാട് ന്യൂനപക്ഷ സമുദായങ്ങളുണ്ടായിരുന്നു. അവരുടെ സ്വത്തുക്കൾ അവർ വഖഫ് ചെയ്തു. വഖഫ് എന്ന് പറയുമ്പോൾ അതൊരു ഒസ്യത്താണ്. ആ ഒസ്യത്ത് ചെയ്ത ആ വസ്തുക്കൾ അവിടെ ഇട്ടിട്ടാണ് പോയത്. ഇങ്ങനെ കോടാനുകോടി ഏക്കർ സ്ഥലങ്ങൾ ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സ്വത്തുക്കൾ അനാധീനപ്പെട്ട് ഇങ്ങനെ കിടന്നു. അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഒരു വഖഫ് ഇവിടെ കൊണ്ടുവന്നിരുന്നു 1942. ആ വഖഫിന് ജീവനില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം വരികയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാകുന്ന കാലഘട്ടത്തിൽ ഈ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് അവർ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ അവർക്ക് വ്യക്തമായി അറിയാം ഇത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വകയാണ്, അവർ വഖഫ് ചെയ്തതാണ്, അവരുടെ ജീവിത അവകാശങ്ങളാണ്, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനും പൊതു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പലരെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള സമ്പത്താണ് ഇതെന്ന് അവർക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വഖഫ് സ്വത്തുക്കൾക്ക് ഒരു നിയമ നിർമ്മാണം നടത്തി ഇതെല്ലാം വഖഫ് സ്വത്തുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ വഖഫ് സ്വത്തുക്കൾ ഇങ്ങനെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമുദായം വിവിധ മേഖലകളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതിനെ കൂട്ടായി ചർച്ച ചെയ്ത് ഒരിടത്തിരുന്ന് ചർച്ച ചെയ്ത് ഇതിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കുവാം, നമ്മുടെ സമുദായത്തിന് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോളേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അറബിക് കോളേജ് ഉണ്ടാക്കാം എന്നുള്ള ചിന്തകൾക്ക് പ്രാപ്തമാക്കുവാൻ അതിന് രൂപം കൊടുക്കുവാൻ നമ്മുടെ സമുദായത്തിന് കഴിയാത്തതിൻ്റെ ഭാഗമായി അന്യാധീനപ്പെട്ട ഭൂമികൾ പലരും കയറി കയ്യേറുകയുണ്ടായി. അതങ്ങനെ കിടക്കുകയായിരുന്നു. എങ്കിലും പോലും വഖഫ് സ്വത്തുക്കൾ എന്നുള്ള നിയമത്തിൻ്റെ പരിധിയിൽ അത് അവിടെ അവശേഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിൽക്കാലത്ത് വന്ന രാഷ്ട്രീയ മത ചിന്തകൾ കൊണ്ട് ഈ വസ്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടപ്പോൾ ചില നിയമനിർമ്മാണങ്ങൾ വഴി വഖഫ് സ്വത്തുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ഗവൺമെന്റ് ചില പ്രധാന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരികയുണ്ടായി. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വഖഫ് നിയമം. ആ വഖഫ് നിയമത്തിലെ ഒരു ഭേദഗതി ഞാൻ പറയാം. ഒരു സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 5 ഏക്കർ സ്ഥലം വഖഫായി കിടക്കുന്നുവെങ്കിൽ അതൊരു പള്ളിയുടെയോ ഒരു ദർസിന്റെയോ ഒരു അറബിക് കോളേജിന്റെയോ ഭാഗമായിരിക്കാം. ഇപ്പൊ കർബല കിടക്കുന്നതുകൂടെ അനാഥമായി നമ്മുടെ കൊല്ലത്ത് കിടപ്പുണ്ട്. മുസ്ലിം സമുദായം ഐക്യമായിട്ട് നല്ലത് പിടിച്ചെടുക്കാൻ കഴിയും. നമുക്ക് പിടിച്ചെടുത്ത് നമ്മുടെ സമുദായത്തിന് ഉപയോഗിക്കുവാൻ പറ്റും. കഴിയുന്നില്ല. വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് അവിടെ. അത് പിടിച്ചെടുക്കാൻ കൂടി അവിടെ അടി നടക്കും. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പോകില്ല. അതങ്ങനെ കിടക്കുകയാണ്. അതുപോണം ഈ സ്ഥലങ്ങളെല്ലാം വഖഫ് വസ്തുക്കളെല്ലാം സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും പിൽക്കാലത്ത് വന്ന ഈ ഗവൺമെന്റ് വഖഫ് നിയമം അമെൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചു. അമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആളുകൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരികയും ചെയ്യും. ഈ വസ്തുക്കളെ സംബന്ധിച്ച് അവർ വയ്ക്കുന്ന ആദർശങ്ങൾ, അവർ വയ്ക്കുന്ന നിയമസംഹിതകൾ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. 5 വർഷത്തിൽ കൂടുതൽ ഒരു വസ്തു അന്യാധീനപ്പെട്ട് കിടന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഒരാളില്ല എങ്കിൽ ആ വസ്തു ഗവൺമെന്റിന്റെ ഭാഗമാകും. അതാണ് വഖഫ് നിയമത്തിന്റെ ഭേദഗതി. ആ വഖഫ് വസ്തു അതിനൊരു ആർബിട്രേഷൻ, ഒരു കേസ് നിലവിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുന്ന അവിടുത്തെ കളക്ടറാണ്. അല്ലാതെ മുസ്ലിമിന് അവന്റെ റെപ്രസെന്റേഷൻ, അവന്റെ നോമിനേഷൻ അവിടെ ഇല്ല. അവിടെ കളക്ടർ തീരുമാനിക്കും. ആ കളക്ടർ ആരായിരിക്കും? ആ കളക്ടറെ ആര് പോസ്റ്റ് ചെയ്യുന്നവരായിരിക്കും? ആ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കുവാൻ കളക്ടർക്ക് അധികാരമുണ്ട്. വഖഫിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ആ തത്വം പോയി നമ്മുടെ ഭാഗത്ത് നിന്ന്. അത്തരത്തിലാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കുവാൻ വേണ്ടി ഇപ്പോൾ വന്നത്. അത് വരുമ്പോഴാണ് നമുക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, അത് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ അത് പാസ്സാക്കാനൊക്കാത്തൊരവസ്ഥയിലെത്തി. എങ്ങനെയാണ് അവസ്ഥയിലെത്തിയെന്ന് കൂടി മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്ത് വന്ന 234 എംപിമാർ. ഒരിക്കലും ആ ഗവൺമെന്റ് വിശ്വസിച്ചില്ല ഇത്രയും എംപിമാർ പാർലമെന്റിൽ പ്രതിപക്ഷത്ത് വരുമെന്ന്.
ആ 234 MP-മാരുള്ള പ്രതിപക്ഷത്ത് ഇപ്പോഴുണ്ടെങ്കിൽ കഴിഞ്ഞതിന് 50ഉം 45 MP-മാരാണ്. മറ്റോരെല്ലാം കൂടി ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഓടിപ്പോവാൻ മാത്രമേ കഴിയുമായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൽ ഒരു സ്റ്റേറ്റിൽ മാത്രം 25 MP-മാർ തിരഞ്ഞെടുക്കുവാനുള്ള ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷങ്ങളുള്ള അവിടെ ഒരു ന്യൂനപക്ഷവും ജയിച്ചു വന്നിട്ടില്ല. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് ഈ ഐക്യമായി നിന്ന് 233 MP-മാരുണ്ടായിരുന്നു. ആ MP-മാരുടെ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി നിലയുറപ്പിച്ചതുകൊണ്ടാണ് വഖഫ് നിയമം വന്നിട്ട് JPCക്ക് വിട്ടത്, വേറെ കമ്മിറ്റി അന്വേഷിക്കാൻ. ഇപ്പോൾ താഴ്ത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കാതിരിക്കുന്നത് അതിന്റെ ശക്തമായ പ്രതിഷേധത്തിന്റെ ശക്തിയാണ്. ഈ ശക്തി ഉണ്ടാക്കിയത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ല എന്ന് പറയാനാണ് ഞാനത് വന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഒരു ഏകോപിതമായി ഐക്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ദുർഭരണത്തിനെതിരെ ഒന്ന് കുത്തുവാൻ, ഒന്ന് എതിർക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ നമുക്കറിയാം ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്താണ്? ബാബറി മസ്ജിദ് പൊളിച്ചു, ആ പ്രശ്നം തീരട്ടെ എന്ന് മുസ്ലിങ്ങൾ വിചാരിച്ചു, എല്ലാവരും അതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു, ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം അതിനേക്കാൾ മോശമായ ശൈലികളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് നടന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ വിചാരിച്ചു ഈ ന്യൂനപക്ഷങ്ങൾ നമ്മളുടെ സഹോദരന്മാരാണ്, അവർ ഈ രാജ്യത്ത് ജീവിക്കണം, വളരണം, അവരെ ആർക്കും എതിർക്കുവാൻ കഴിയില്ല. അങ്ങനെ എതിർക്കുന്ന ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയുള്ളവരെ നമുക്ക് പരാജയപ്പെടുത്തണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിച്ചു. മുസ്ലിങ്ങളല്ല അവിടെ പോയി വോട്ട് ചെയ്ത് കൊടുത്തത്. ആ ഹിന്ദുക്കൾ ഐക്യപ്പെട്ട് വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിൽ 46ഓളം സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിലായി ഹിന്ദുക്കൾ ഈ ഭരണകൂടത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾ ഈ രാഷ്ട്രീയ ഈ കേരളത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ധാരയിൽ ഇഴുകിച്ചേർന്ന ഒരു സമൂഹമാണെന്നും അവർ ഇന്ത്യയിൽ ജീവിക്കണമെന്നും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ അവരെ അനുവദിക്കരുതെന്നും നിഷ്കർഷിച്ച് മുന്നോട്ട് വന്ന ആ ഹിന്ദു സമുദായം അവരാണ് നമ്മെ സഹായിച്ചുകൊണ്ട് 233 MP-മാരെ ഉണ്ടാക്കി ഈ പാർലമെന്റിൽ വെച്ചത്. അതുകൊണ്ടാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മളുടെ ഐക്യപ്പെടൽ കൊണ്ട് പരാധീനതകൾ നമ്മളെ തേടിയെത്തി നമ്മളെ കുഴയ്ക്കുന്ന ശ്രമിക്കുന്നത് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. ഇത്തരത്തിൽ എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഈ വിഷയങ്ങളിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞങ്ങൾ ഇവിടെ എല്ലാവരെയും കിട്ടാതെങ്കിലും കുറച്ചുപേരെയൊക്കെ കിട്ടുന്ന ചില വേദികൾ ഉണ്ടാക്കും. ആ വേദികളിലൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്. അതിൽ ഞാൻ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ ന്യൂനപക്ഷ സമുദായം ഒരു ന്യൂനപക്ഷത്തെയും സഹായിക്കത്തില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരും ഇറങ്ങിത്തിരിക്കേണ്ട. അതാണ് ഏറ്റവും വലിയ അപകടകരമായ രാജ്യത്തിൻ്റെ നീക്കം. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസപരമായി, അത് ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും, ആത്മീയ വിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതിക വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കണം. അവർ പ്രശ്നങ്ങളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കണം. അവരിൽ വ്യക്തി വികാസം ഉണ്ടാക്കണം. അതിനുള്ള വിദ്യാഭ്യാസ സമുന്നയം ആ കുട്ടികളുടെ അടിച്ചേൽപ്പിക്കുവാൻ ഈ മാതിരിയുള്ള മതവിജ്ഞാന സദസ്സുകളും അതേപോലുള്ള ഈ കോളേജും ഒക്കെ അതിന് പ്രാപ്തമാകണം.